തുടരുന്നു. ഗോകുൽ, നാവികസേനയുടെ ഹെലികോപ്റ്ററുകളടക്കം അങ്ങോട്ടേക്ക് വരികയാണ്. ഒരുപാട് പേർ പരിക്കേറ്റ് അടിയന്തര ചികിത്സ ആവശ്യമായവരുണ്ട്. അവരുടെയൊക്കെ കാര്യത്തിൽ വലിയ ആശങ്ക തുടരുമ്പോൾ എപ്പോഴത്തേക്ക് വളരെ കാര്യക്ഷമമായി തന്നെ ഈ സേനയ്ക്ക് ഇടപെടാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? മോത്തി, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം തന്നെ നോക്കാം. ഇത് മുണ്ടക്കൈയിലേക്കുള്ള വഴിയാണ്. ഈ വഴിയൊക്കെ പൂർണ്ണമായും തകർന്ന നിലയിലാണ്. ഇതിനിടയിലൊക്കെ കുറെ വീടുകൾ ഉണ്ടായിരുന്നു. ആ വീടുകളൊക്കെ നശിക്കുന്ന നിലയിലായിരുന്നു. അങ്ങനെ വലിയ ഒരു തരത്തിലുള്ള അപകടം ഈ പ്രദേശത്തൊക്കെ ആകെ തന്നെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയാണ്. അവിടെ ഇപ്പോൾ നിരവധി ആളുകളെ അല്ലെങ്കിൽ ഇതിനിടയിലൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാവുന്നതിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം NDRF ഒക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വഴി, അതായത് മുണ്ടക്കൈയിലേക്ക് പോകാൻ ഒരു പാലം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ഏകദേശം 2 പാലങ്ങൾ ഉണ്ടായിരുന്നു. ഈ പാലങ്ങൾ തകർന്ന സ്ഥിതിയായി. ഈ പാലങ്ങൾ പുനഃസ്ഥാപിച്ചതിന് ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ചേട്ടാ, ഇപ്പോൾ നിലവിലൊരു അവസ്ഥ എങ്ങനെയാണ്? ഇവിടെ എത്ര പേര് ഇനിയും ഇവിടെ ഉണ്ടാകും? പുനഃസ്ഥാപിച്ചതിന് ശേഷം മാത്രമേ അങ്ങോട്ടേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ചേട്ടാ, ഇപ്പോൾ നിലവിലൊരു അവസ്ഥ എങ്ങനെയാണ്? ഇവിടെ എത്ര പേര് ഇനിയും ഇവിടെ ഉണ്ടാകും? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ. ഈ ഏരിയ ഇപ്പൊ നമ്മളിവിടുന്ന് ഒക്കെ കാണാൻ കാറ് നിൽക്കുന്നിടത്തൊക്കെ വീടുണ്ടായ സ്ഥലമാണ്. അതിന്റെ മാനേജ് തോന്നുന്നുണ്ട് ഇപ്പൊ കിട്ടിയത് സംശയം. കാരണം അതിന്റെ ഒപ്പം 8 വയസ്സൊരു കുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞു. അതാ തോന്നുന്നുണ്ട്, സംശയമുണ്ട്. ഇപ്പൊ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായത് സംശയം. കാരണം അതിന്റെ ഒപ്പം 8 വയസ്സൊരു കുട്ടി ഉണ്ടായിരുന്നു പറഞ്ഞു. അതാ തോന്നുന്നുണ്ട്, സംശയമുണ്ട്. സംശയമാണ് നിലമ്പൂരിന്ന് കിട്ടിയെന്ന് പറയുന്നത്. എത്ര ആളുണ്ട് എന്നുള്ളത് ഇപ്പോൾ പെട്ടെന്ന് പറയാൻ പറ്റാത്ത. ഇതിലും ഭീകരമാണല്ലോ മുണ്ടക്കൈയിലെ അവസ്ഥ. അവിടുത്തെ മരണം സംഖ്യ പറയാൻ പറ്റൂല. മുണ്ടക്കൈയിലും അട്ടമലയും ഒക്കെ ആള് കുടുങ്ങി കിടക്കുന്നുണ്ട്. ഇത് മാറ്റിയിട്ട് കിട്ടിയാലുള്ളൂ. ഇത് എത്രത്തോളം, ഒരു 50% വരെ ഇത് മാന്തിയാൽ കിട്ടുമെന്ന് സംശയമാണ്. കാരണം നമ്മൾ കാണില്ല ഈ പോയ അപ്പുറത്തുകൂടി പോണത്, ആ കല്ല് കൂടി കിടക്കേണ്ട അപ്പുറത്തുകൂടി പോയാണ്. ഇതൊക്കെ ജനവാസ കേന്ദ്രമാണ്, ജനങ്ങളെ വീടുള്ള സ്ഥലമാണ്. അതിനടിച്ചു ഏകദേശം സ്കൂള് ഭാഗമായിട്ട് പോയി. ഈ കൂടി കിടക്കുന്നതിന്റെ അടിയിൽ ആളുണ്ടെന്ന് സംശയമുണ്ട്. ഇതൊക്കെ എപ്പം മാറ്റി തീരും? ഒരു യന്ത്രങ്ങൾ കൊണ്ടൊന്നു വരെ മാറ്റാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ കേരളം കണ്ടിൽ ഏറ്റവും വലിയൊരു ദുരന്തമാണ്. നമ്മളെ ഓർമ്മയിൽ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിരിക്കും ഇത്ര വലിയൊരു ദുരന്തം. ഇത് തന്നെയാണ് മോത്തി ഇവിടുത്തെ അവസ്ഥ. കാരണം നമ്മൾ ഈ കൂടിക്കിടക്കുന്ന മരക്കമ്പുകൾക്കൊക്കെ ഇടയിൽ ആളുകളുണ്ടോ എന്ന് സംശയമുണ്ട്. NDRF സംഘങ്ങളും അംഗങ്ങളും രക്ഷാസേനയൊക്കെ ഓരോ സ്ഥലത്തും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാവറ പുഴയുടെ അടുത്തേക്ക് പോകുന്നതെന്ന് ഇങ്ങനെ ഈ നിലയിലേക്കൊക്കെ വന്നത്. ആ കാറ് കാണാവുന്ന ഒരു സ്ഥലത്തൊക്കെ അവിടേക്ക് വീടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം ആ വീടിന്റെ തറ വരെ കാണുന്നുണ്ട്. ബാക്കിലൊക്കെ പോയി. വീടിന്റെ തറയല്ലാത്തത് കംപ്ലീറ്റ് അടിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയാണ് സ്ഥിതി. അതായത് തറ ഒഴിച്ച് ബാക്കിയെല്ലാം പോകുന്ന ഒരു സ്ഥിതിയിലാണ്. നമ്മൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ തന്നെ ചില മൃഗങ്ങളുടെ ശരീരങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെ. ഇപ്പോഴും ഈ ഒരു ദൗത്യം അല്ലെങ്കിൽ ഇതിന്റെ ഒരു രക്ഷാപ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് എത്ര ദൂരം തുടരണമെന്ന് വെച്ചാൽ കിലോമീറ്ററുകളോളം തുടരണം. അതായത് വഴികളുടെ ഇരുവശങ്ങളിൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരുണ്ട്. അവരെ ഓരോരുത്തരെയായി കണ്ടെത്തുകയാണ്. ഓരോരുത്തരെയും കാണുമ്പോഴും ഇങ്ങനെ മണ്ണിനടിയിൽ ഇനിയും കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നമ്മൾ ഈ കാണുന്ന JCBകളൊക്കെ തിരയുന്നതിനിടയിലൊക്കെ തന്നെ ഓരോരോ ജീവനുകളുണ്ട്. ഓരോ ജീവനും രക്ഷിക്കാനുള്ള കഠിനമായ ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും വല്ലാത്തൊരു ഗോകുലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നും ദുരന്ത ഭൂമിയിൽ കണ്ടു നിൽക്കാനാവാത്ത കാഴ്ചകളാണ് ഗോകുൽ വിവരിക്കുന്നത്. കിലോമീറ്ററുകളോളം രക്ഷാ ദൗത്യം നടത്തിയാൽ മാത്രമേ മണ്ണിനടിയിൽ പെട്ടുകിടക്കുന്നവരെ പുറത്തെടുക്കാൻ കഴിയൂ എന്ന് ഗോകുൽ പറയുന്നു. അത്രയേറെ വ്യാപിച്ചിരിക്കുന്നു ദുരന്തത്തിന്റെ ഉത്ഭവം അത് മുണ്ടക്കൈ ആണെങ്കിൽ കൂടി ചൂരൽ മലയിലേക്ക് അതിന്റെ ആഘാതം വന്നിട്ടുള്ളതിന്റെ പരിണത ഫലമെന്നോണമാണ് ഇത്രയും മനുഷ്യരുടെ ജീവനുകൾ നഷ്ടപ്പെട്ടത്. ഇത്രയും പേര് അപകടകരമായ രീതിയിൽ ചികിത്സയ്ക്കായി ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുള്ളത്. വീടുകളും കെട്ടിടങ്ങളും എല്ലാം നിലംപൊത്തിയ കാഴ്ചയാണ് ചൂരൽമലയിൽ നിന്നും കാണാനാവുക. മലയാളി കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തം എന്ന് തന്നെ അത് കണ്ടു നിൽക്കുന്നവർ പറയുന്നു. അത്രയേറെയാണ് ഒരു ദുരന്ത ഭൂമിയിൽ നിന്ന് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്.
NDRF സംഘം എല്ലാ തരത്തിലും കാര്യക്ഷമമായി രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഒപ്പം അഗ്നിരക്ഷാ സേനയും പോലീസും എല്ലാം സ്ഥലത്തുണ്ട്. തദ്ദേശീയരായവരുടെ സഹായവും അവർക്ക് ലഭ്യമാണ്. സൈന്യത്തിൽ നിന്നും 200 പേരുടെ സംഘമാണ് കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നുമായി അങ്ങോട്ടേക്ക് എത്തുക എന്ന് നേരത്തെ PRO അതിൽ പിള്ള നമ്മളോട് പങ്കുവച്ചിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മെഡിക്കൽ സംഘമുണ്ട്. സർവ്വസജ്ജമായിട്ടാണ് സൈന്യം അങ്ങോട്ടേക്ക് പോകുന്നത്. നാവികസേനയുടെ 30 പേരും അവിടേക്ക് എത്തും. 30 അംഗ സംഘമാണ് രക്ഷാദൗത്യത്തിന് പുറപ്പെടുക. 2 ഹെലികോപ്റ്ററുകൾ സുലൂരിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു.